വിശുദ്ധ കുഞ്ഞു പൈതങ്ങളുടെ തിരുനാൾ സഭ ഇന്ന് ആഘോഷിക്കുകയാണ്. സഭയുടെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുന്നത് സ്റ്റീഫൻ ആണെങ്കിലും ക്രിസ്തുവിന് വേണ്ടി ആദ്യം മരിച്ചത് കുറേ കുഞ്ഞു പൈതങ്ങളാണ്. ക്രിസ്തുവിൻ്റെ ജനനവാർത്ത അറിയുമ്പോൾ 2 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നുകളയാൻ, പ്രത്യേകിച്ച് ആൺകുട്ടികളെ കൊന്നുകളയാൻ ഹെറോദോസ് ഉത്തരവിടുന്നുണ്ട്. ഈ ഉത്തരവിൽ പ്രകാരം 2 വയസ്സിന് താഴെയുള്ള നിരവധിയായ കുഞ്ഞുങ്ങൾ അതിദാരുണമായി കൊല്ലപ്പെട്ടു. അതിൽ രക്ഷപ്പെട്ട ഒരു കുഞ്ഞെന്ന് പറയുന്നത് ക്രിസ്തു മാത്രമാണ്. അങ്ങനെ രക്ഷപ്പെട്ട ഒരു കുഞ്ഞിന് വേണ്ടി ഈ ഭൂമിയിൽ അന്ന് ഹെറോദോസ് കാണിച്ച ഏറ്റവും വലിയ ക്രൂരതയാണ് കുറേ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ ഈ ഭൂമിയെ വിട്ട് വിട പറഞ്ഞു എന്നുള്ളത്, രക്തം വാർന്ന് മരിച്ചു എന്നുള്ളത്. അങ്ങനെ കുറേ കുഞ്ഞുങ്ങളുടെ മരണത്തെ സാക്ഷീകരിച്ച ക്രിസ്തുവിൻ്റെ ജനനത്തിൽ നിൽക്കുമ്പോൾ നാം ഇന്ന് ചിന്തിക്കുന്ന കാര്യവും ഇത് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളുടെ മരണം? നിഷ്കളങ്ക രക്തത്തെ എന്തിന് ഇങ്ങനെ വാർന്നൊഴുകാൻ കാരണമായി? ക്രിസ്തുവിൻ്റെ ജനനത്തിൽ ഹെറോദോസ് ഒത്തിരിയേറെ ഭയപ്പെട്ടു. അവൻ ഈ ഭൂമിയുടെ വിമോചകനാണെന്ന് വളരെ കൃത്യമായി ഹെറോദോസിന് അറിയാമായിരുന്നത് കൊണ്ട് തന്നെ അവൻ്റെ രാജ്യത്വം പോകുമെന്ന് അവൻ പേടിച്ചു. അവൻ ഈ ഭൂമിയിൽ രാജാവായി വാഴുമെന്ന് അവൻ കൃത്യമായി പ്രതീക്ഷിച്ചു. അതുകൊണ്ട് ഈ മുളയിലെ നുള്ളിക്കളയുക എന്നൊക്കെ പറയുന്ന പോലെ ക്രിസ്തുവിനെ അവൻ ജനിക്കുമ്പോഴേ കൊന്നുകളയാം എന്ന് പ്ലാൻ ചെയ്തതാണ്. പക്ഷേ ദൈവത്തിനൊരു പ്ലാൻ ബി ഉണ്ടായിരുന്നു. ആ ബി മനസ്സിലാക്കാൻ ഹെറോദോസിന് മനസ്സിലായില്ല എന്നുള്ളതാണ് സത്യം. 2 വയസ്സിന് താഴെയുള്ള എല്ലാ ആൺകുട്ടികളെയും കൊന്നുകളയാൻ ഹെറോദോസ് ഉത്തരവിടുമ്പോൾ ഇതൊക്കെ അറിയാവുന്നൊരു ദൈവം മുകളിലുണ്ടായിരുന്നു. ആ ദൈവം ദൂതനിലൂടെ ജോസഫിനെ അറിയിച്ച് ആ കുഞ്ഞിനെ വളരെ കൃത്യമായി സംരക്ഷിച്ച് രക്ഷപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, ചില മനുഷ്യരൊക്കെ ഇങ്ങനെയാണ്. അവർ ചിലതിനെയൊക്കെ മുളയിലെ നുള്ളിക്കളയാൻ ആഗ്രഹിക്കും. അതൊന്നും അത്ര നല്ല മനസ്സൊന്നും അല്ല. നമ്മൾ ഭയപ്പെടുന്ന എന്തോ ഒന്ന് അത് എന്നേക്കുമായി നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരു ആപത്തുള്ള ഒരു മനസ്സാണ്. ഈ ഭയപ്പെടുത്തുന്നതൊക്കെ നശിപ്പിച്ച് കളയാമെന്ന് കരുതുന്നത് കൊണ്ടാണ് ഇന്ന് ഈ ഭൂമിയിൽ യുദ്ധം ഒത്തിരിയേറെ ഉണ്ടാകുന്നത്, അരക്ഷിതാവസ്ഥ ഒത്തിരിയേറെ ഉണ്ടാകുന്നത്, സാഹോദര്യം നഷ്ടപ്പെട്ടു പോകുന്നത്. നമ്മളെ ഭയപ്പെടുത്തുന്ന ഒന്നിനെ നശിപ്പിച്ച് കളയാമെന്ന് ചിന്തിക്കുമ്പോൾ അത് അതിൽ മാത്രം തീരുകയുമില്ല. അതിലൂടെയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് ഒത്തിരിയേറെ ജീവനും ജീവിതവുമൊക്കെയാണ്. ഈ കുഞ്ഞു പൈതങ്ങൾ മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിലപിക്കുമ്പോൾ ആ മാതാപിതാക്കളെക്കുറിച്ച് നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കണം. ഈ പിറന്നു വീണ കുഞ്ഞിൻ്റെ മരണം കാണേണ്ടി വന്ന നിഷ്കളങ്കരായ മാതാപിതാക്കളും കുഞ്ഞുങ്ങളും. ഹെറോദോസ് കുറേ കുഞ്ഞുങ്ങളെ കൊന്നു എന്ന് പറയുന്നതിനേക്കാളും നല്ലത് കുറേ ജീവിതങ്ങളെ കൊന്നു എന്ന് പറയുന്നതാണ്. അത്രയേറെ ക്രൂരനായിരുന്നു ആ മനുഷ്യൻ. ഒരിക്കൽ പോലും ഹൃദയത്തിൽ നന്മ സൂക്ഷിക്കാൻ കഴിയാതെ അവൻ ഭയപ്പെടുന്ന എന്തിനേയും നശിപ്പിക്കണമെന്ന് അയാളുടെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. ക്രിസ്തുവിൻ്റെ ജനനം അതുകൊണ്ട് തന്നെ നൽകുന്നൊരു സന്ദേശം ഇതാണ്: ഭയപ്പെടേണ്ട. നിങ്ങൾക്കൊരു ആപത്തുണ്ടാകുന്നൊക്കെ അറിയുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു മാലാഖ ഇറങ്ങി വന്ന് കൃത്യമായി നിങ്ങൾക്കൊരു അരുളപ്പാട് നൽകും. അങ്ങനെ അരുളപ്പാട് കിട്ടിയ ഒരാളാണ് ജോസഫ്. അയാളുടെ കുഞ്ഞ് ആപത്തിൽ നിന്നൊക്കെ അറിയുമ്പോൾ അതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അയാൾക്ക് നിയോഗമായി നൽകിയത് സ്വർഗമാണ്. അതുകൊണ്ട് ഈ ഭയപ്പെടാതെ ജീവിക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളെയൊക്കെ ചിലർ ഭയപ്പെടുന്നുണ്ട്, നമ്മുടെ പ്രവൃത്തികളെ, നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ, നമ്മുടെ ജീവിതങ്ങളൊക്കെ. ഇതിനൊന്നും കണ്ട് നമ്മളൊരിക്കലും തളർന്നു പോകരുത്. കാരണം കൃത്യസമയത്ത് നമുക്ക് ഉത്തരമുള്ളുന്ന ഒരു ദൈവത്തെ നമ്മൾ ആശ്രയിച്ചു കഴിഞ്ഞാൽ ആ ദൈവം നമ്മളോട് കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തും. പിന്നീട് കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്താണ്. ചുറ്റും എത്ര പ്രശ്നങ്ങൾ നടന്നാലും നമ്മൾ കൃത്യമായി വഴിതെളിക്കപ്പെടും. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരാളുടെ ഭയത്താലും ക്രൂരതയാലും നശിപ്പിക്കപ്പെട്ട കുറേ ജീവനുകളെ നാം ഓർക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ജീവിതങ്ങളെ മറ്റൊരു വശത്തിൽ ചിന്തിച്ചാൽ ധന്യതയോടുകൂടി നമ്മൾ കാണണം. ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ തയ്യാറായ നിഷ്കളങ്കമായ ചില രക്തങ്ങൾ. ഇത് ഏറ്റവും ധന്യമായൊരു ജീവിതമാണ്. ഈ കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് സഭയുടെ വിശുദ്ധരാണ്. എത്ര അനുഗ്രഹമാണല്ലേ! നിഷ്കളങ്കമാണ്, പക്ഷേ അവർക്ക് വിശുദ്ധരാണ്. ഒന്നും അറിയില്ലെങ്കിൽ പോലും ചിലർക്ക് എന്ത് സുന്ദരമായിട്ടാണ് വിശുദ്ധരായിക്കൊണ്ടിരിക്കുന്നത്. ചിലരുടെയൊക്കെ ഭയത്താലാണ് ഈ ക്രൂരത നടന്നുവെങ്കിലും ഇന്ന് അവർ അൾത്താര വണക്കത്തിന് യോഗ്യരാണ്. പ്രിയമുള്ളവരെ, മറ്റൊരു വശം കൂടി ചിന്തിക്കാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഒരുപക്ഷെ ക്രിസ്തുവിന് വേണ്ടി നിഷ്കളങ്കമായൊക്കെ നമ്മൾ രക്തം ചിന്തുന്നുണ്ടെങ്കിൽ അത് നല്ലതിനാണെന്ന് കരുതണം. ചിലപ്പോൾ അതൊക്കെയായിരിക്കും നമ്മളെയും അൾത്താരയോടും വിശുദ്ധിയോടുമൊക്കെ കുറച്ചും കൂടി അടുപ്പിക്കുന്നത്, ഈ കുഞ്ഞു പൈതങ്ങളെപ്പോലെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹം നിറഞ്ഞു കവിയുമ്പോ ദൈവം തരുന്നതെന്തും തുറന്ന മനസ്സോടെ ഏറ്റുവാങ്ങാം.
പാതയിൽ പാപികൾക്കു പോലുമെൻ സ്നേഹമേകിയെങ്കിലും ഞാനിന്നു ദുഃഖഭാരം ചുമന്നു തളരുന്ന തീവ്രവേദനയിൽ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ഉള്ളം തകർന്നു കേഴുമ്പോൾ നീയേകി സ്നേഹലാളനം. ദൈവം തരുന്നതെന്തും തുറന്ന മനസ്സോടെ ഏറ്റുവാങ്ങാം. കുരിശിൽ കിട